എല്ലാവർക്കും വന്ദനം. പരിശുദ്ധാത്മാവിൻ്റെ നദി ഒഴുകുന്ന അപ്പോസ്തല പ്രവൃത്തിയിലെ ഓരോ അധ്യായങ്ങളും നമ്മുടെ ജീവിതത്തെ വളരെയധികം ഫലപുഷ്ടിയുള്ളതാക്കി മാറ്റും. നദീതട സംസ്കാരങ്ങളെല്ലാം നമ്മൾ വായിക്കുമ്പോൾ അവിടെയെല്ലാം വളരെയധികം ജനങ്ങൾ നദിയുടെ തീരങ്ങളിൽ വന്ന് പാർത്തിരുന്നു. നദിയെ ആശ്രയിച്ചായിരുന്നു ജനങ്ങൾ ജീവിച്ചിരുന്നു. അവർ മീൻ പിടിക്കാനും അവരുടെ പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനും അവർക്ക് ദാഹത്തിന് വെള്ളം ഉപയോഗിക്കാനും എല്ലാം വെള്ളം എന്നുള്ളത് അവരുടെ പ്രധാന ആശ്രയമായിരുന്നു. ദൈവം ആവശ്യം പോലെ നദികൾ എല്ലാ രാജ്യങ്ങളിലും വെച്ചിരുന്നു. എവിടെയെങ്കിലും ഒരു ഉറവയുണ്ടെങ്കിൽ ആ ഉറവയുമായി ബന്ധപ്പെട്ട് ഒരു ജനസമൂഹം ഉണ്ടായിരിക്കും. ഇതുപോലെ തന്നെ സ്വർഗീയ നദിയാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്കിൽ ആ ഒഴുക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെയും ജീവിതത്തിൻ്റെ ഭാവിയെല്ലാം മുന്നോട്ട് പോകുന്നത്. നമ്മുടെ സമൃദ്ധി, നമ്മുടെ ഉയർച്ച, നമ്മുടെ സമ്പന്നത, നമ്മുടെ ശുശ്രൂഷ എല്ലാം പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധിച്ചാണ് കാര്യം നടക്കുന്നത്. യേശു പറഞ്ഞു, ഈ ശക്തി ലഭിക്കാതെ നിങ്ങൾ എവിടെ പോയിട്ടും കാര്യമില്ലെന്നാണ് അപ്പോസ്തല പ്രവൃത്തി 1:8 പറയുന്നത്. ഇത് ലഭിച്ചേ മതി, അതുവരെ നിങ്ങൾ നഗരത്തിൽ പാർക്കണം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന ഒരു വ്യക്തി നരകത്തെ തോൽപ്പിച്ചു കളയും. അത്രത്തോളം ശക്തിയും അത്രത്തോളം ബലവുമുള്ള വ്യക്തികളായി യേശുവിനെ പോലെ പിശാചിൻ്റെ പ്രവർത്തികളെ എല്ലാം കീഴടക്കുന്ന ദൈവപുത്രന്മാരും പുത്രിമാരുമായി പരിശുദ്ധാത്മാവ് നമ്മെ പണിത് ഉറപ്പിച്ചെടുക്കും. അതുകൊണ്ട് ധൈര്യപ്പെടുക. തുടർന്നുള്ള ദിവസങ്ങളിൽ വലിയ പ്രതീക്ഷകൾ നമുക്ക് ദൈവത്തിൻ്റെ നിയോഗങ്ങളിൽ വയ്ക്കാം. കർത്താവിൽ ആശ്രയിക്കാം. ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. അസാധ്യങ്ങൾ സാധ്യമേ தேவா உங்க வார்த்தையாலே அசாத்தியங்கள் சாத்தியமே தேவா உங்க வார்த்தையாலே அசையாத மலை கூட அசைந்திடுமே அமராத புயல் கூட அமர்ந்திடுமே அசையாத மலை கூட அசைந்திடுமே அமராத மலை கூட அமர்ந்திடுமே எல்லா புகழும் எல்லா கனவும் என்னில் அசாத்தியம் செய்பவர்க்கு எல்லா துதியும் எல்லா உயர்வும் என்னில் நிலை வரமானவர்க்கு எல்லா புகழும் எல்லா கனவும் என்னில் அசாத்தியம் செய்பவர்க்கு எல்லா துதியும் எல்லா உயர்வும் என்னில் நிலை வரமானவர்க்கு எனக்காய் நிற்கும் இயேசுவுக்கு எனக்காய் பேசும் இயேசுவுக்கு எனக்காய் நிற்கும் இயேசுவுக்கு எனக்காய் பேசும் இயேசுவுக்கு அசாத்தியங்கள் சாத்தியமே தேவா
அசையாத மலை கூட அசைந்திடுமே, அமராத புயல் கூட அமர்ந்திடுமே. எல்லா புகழும் எல்லா கனவும் என்னில் அசாத்தியம் செய்பவர்க்கே, எல்லா துதியும் எல்லா உயர்வும் என்னில் நிலைவரமானவர்க்கே, எல்லா புகழும் எல்லா கனவும் என்னில் அசாத்தியம் செய்பவர்க்கே, எல்லா துதியும் எல்லா உயர்வும் என்னில் நிலைவரமானவர்க்கே, எல்லா புகழும் எல்லா புகழும் எல்லா கனவும் என்னில் அசாத்தியம் செய்பவர்க்கே, எல்லா துதியும் எல்லா உயர்வும் என்னில் நிலைவரமானவர்க்கே. எனக்காய் நிற்கும் இயேசுவுக்கு, எனக்காய் பேசும் இயேசுவுக்கு, எனக்காய் நிற்கும் இயேசுவுக்கு, எனக்காய் பேசும் இயேசுவுக்கு. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിലേക്ക് ഇന്ന് നമ്മൾ കടന്നു വരികയാണ്. അതിൻ്റെ 1-ാം വാക്യം എങ്ങനെയാണ്? ഒരിക്കൽ പത്രോസും യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ. പ്രാർത്ഥന എവിടെയുണ്ടോ, പ്രാർത്ഥനയുടെ ഒരു സാധ്യത എവിടെയുണ്ടോ, ഈ അപ്പോസ്തലന്മാർ അവിടേക്ക് പോകുമായിരുന്നു. യേശുവിൽ നിന്ന് അവർ പഠിച്ച ഒരു കാര്യമാണ് പ്രാർത്ഥന. യേശുവിനോട് അവർ ചോദിച്ച ഒരു കാര്യമാണ്, കർത്താവേ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. യോഹന്നാന്റെ സുവിശേഷം 17 യേശുവിൻ്റെ പ്രാർത്ഥനയാണ്. അതുകൂടാതെ യേശു അവരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതും നമ്മൾ വായിക്കുന്നു. യേശുവിൻ്റെ പ്രാർത്ഥനയാണ് യേശുവിൻ്റെ ജീവിത വിജയ രഹസ്യമെന്നവർക്ക് മനസ്സിലായി. അതായത് പ്രാർത്ഥന കുറെ കാര്യം പറയുന്നതല്ല, പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധമാണെന്ന് ഇവർക്ക് മനസ്സിലായി. പ്രാർത്ഥന ഒരു ജീവനാണ്, പ്രാർത്ഥന ഒരു ബന്ധമാണ്, പ്രാർത്ഥന ആത്മാവിൻ്റെ ശ്വാസമാണ്. പ്രാർത്ഥന ഇല്ലാതെ നമുക്കൊരു കാര്യവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. എന്നാൽ പ്രാർത്ഥിക്കാതെ മുന്നോട്ട് പോകുന്നവരില്ലേ? ഉണ്ടല്ലോ. ദേഹവും ദേഹിയുമായിട്ട് പോകുന്നവരുണ്ട്. സ്വാഭാവിക മൃഗങ്ങളെ പോലെ ജീവിക്കുന്നവർ. അതിന് രക്ഷിക്കപ്പെടണമെന്നില്ല. അവർ വലിയ ബിസിനസ്സുകാരാണ്, വലിയ സമ്പന്നരാണ്, സ്വന്തം വിമാന കമ്പനികൾ വരെ അവർക്കുണ്ടാകാം. എന്നാൽ അവർ രക്ഷിക്കപ്പെടണമെന്നില്ല. അപ്പോൾ ഒരു മനുഷ്യന്റെ വസ്തുവകയല്ല അവന്റെ ജീവന ആധാരം എന്ന് യേശു പഠിപ്പിച്ചു. അവന്റെ വിലയേറിയ ആത്മാവ് ആണ് എന്നും യേശു കർത്താവ് പഠിപ്പിച്ചു. മൂടാ, ഇന്ന് രാത്രി ഞാൻ നിന്റെ ആത്മാവിനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കിയത് ആർക്കാ? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും ആത്മാവിനെ നശിപ്പിച്ചാൽ ഒരു പ്രയോജനവുമില്ല എന്ന് വായിക്കും. അങ്ങനെ ഇവരുടെ ജീവിതത്തിൽ ഈ ശിഷ്യന്മാർ ഇതെല്ലാം പഠിച്ചു. അവർക്ക് മനസ്സിലായി പ്രാർത്ഥനയാണ് പ്രധാനം. ഗെത്സമന തോട്ടത്തിൽ പ്രാർത്ഥനയിൽ ഉറങ്ങിപ്പോയതാണ് ഇവർ പരാജയപ്പെട്ടത്. പിന്നെ ഇവർ കാണിച്ചു കൂട്ടിയതും പിന്മാറ്റത്തിൽ പോയതും വാളെടുത്ത് വെട്ടിയതും തള്ളിപ്പറഞ്ഞതും എല്ലാം പ്രാർത്ഥനയുടെ ഇല്ലായ്മ നിമിത്തമാണെന്ന് അവർക്ക് മനസ്സിലായി. പ്രാർത്ഥന ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കാൻ ശക്തിയുള്ളവരാക്കി ദൈവം നമ്മെ മാറ്റും. അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം തുടങ്ങുമ്പോൾ യെരുശലേമിലെ സഭയ്ക്ക് വലിയൊരു ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാരൊഴികെ എല്ലാവരും ചിതറിപ്പോയെന്ന്. എന്തുകൊണ്ട് അപ്പോസ്തലന്മാർ ചിതറിയില്ല? അവർ പ്രാർത്ഥിച്ച് തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം
ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കുമെന്ന് ദാനിയേൽ പ്രവചനത്തിൽ പറയുന്ന പോലെ അവർ ഉറച്ചു നിന്നു. പ്രാർത്ഥിക്കുന്നവർ ഉറച്ചു നിൽക്കും. പ്രാർത്ഥിക്കുന്നവരെ ചിതറിക്കാൻ ആർക്കും കഴിയില്ല. പ്രാർത്ഥിക്കുന്നവർ നിലനിൽക്കും. പ്രാർത്ഥിക്കുന്നവർക്ക് മുന്നിൽ കാണുന്ന ഒരു പ്രതികൂലത്തെയും ഭയമില്ല. ഇത് പ്രാർത്ഥനയിൽ നിന്നുണ്ടാകുന്നതാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനാ ജീവിതം ഭൂമിയിലുള്ള എല്ലാ ആയുധങ്ങളെക്കാളും ശക്തിയുള്ളതാണ്. ജോൺ നോക്സിന്റെ പ്രാർത്ഥനയെ പലരും ഭയപ്പെട്ടിരുന്നു. അതുപോലെ പ്രാർത്ഥിക്കുന്നവരെ പലർക്കും പേടിയാണ്. അവർ പറയുന്ന വാക്കുകൾ പോലെ അവർക്ക് സംഭവിക്കും. ഒരിക്കൽ ഒരു ദൈവദാസൻ UK ഇരുന്നു കൊണ്ട് ആഫ്രിക്കയിലുള്ള ഒരു ദൈവദാസനെ ആക്ഷേപിച്ചു യൂട്യൂബിലൂടെ. ഇപ്പം ഈ യൂട്യൂബിലൂടെ എന്തും പറയാലോ. എന്നാൽ ആഫ്രിക്കയിലെ ദൈവദാസൻ പ്രാർത്ഥനാ വീരനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നീ ഇനി UK കയറത്തില്ലെന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹത്തിൻ്റെ ഈ വിമർശിച്ച ആളുടെ UK വിസ ക്യാൻസലായി. അവസാനം ആഫ്രിക്കയിൽ ചെന്ന് മറ്റേ ദൈവദാസനോട് ക്ഷമ ചോദിച്ചു. കാലെ വീഴാതെ നിവൃത്തിയില്ല. പ്രാർത്ഥിക്കുന്നവരുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. പ്രാർത്ഥിക്കുന്നവർ പറയുന്നത് പോലെ സംഭവിക്കും. അപ്പോൾ ആ നിലവാരത്തിലുള്ള ശക്തിയുള്ള നിറവുള്ള മറുപടികളെ ഇറക്കി കൊണ്ടുവരുന്ന അതിശക്തമായ പ്രാർത്ഥനയുടെ ആത്മാവിൽ നിറഞ്ഞ വ്യക്തികൾ, അവരെ പ്രാർത്ഥനയിൽ നിന്ന് വ്യതിചലിപ്പിക്കുവാൻ ആർക്കും കഴിയില്ല. വിശുദ്ധ ദേവന്റെ ആത്മാവുള്ള ദാനിയേലിന്റെ 3 നേരത്തെ പ്രാർത്ഥനയെ തടയാൻ ആ രാജ്യത്തിലെ വിദ്വാൻമാർക്ക് കഴിഞ്ഞില്ല. ദാനിയേൽ അതിന്റെ അനന്തര ഫലമായിട്ട് ഗുഹയിലേക്ക്, സിംഹത്തിന്റെ ഗുഹയിൽ വീണെങ്കിലും അവനെ സിംഹങ്ങൾ തൊട്ടില്ല എന്ന് നമ്മൾ വായിക്കുന്നു. അന്ന് ദാനിയേൽ നന്നായിട്ട് കൂർക്കം വലിച്ചുറങ്ങി. ദാനിയേലിന്റെ കൂർക്കം വലിയ കാരണം സിംഹങ്ങൾക്ക് ഉറങ്ങാൻ പറ്റിയില്ല എന്ന് പറയുന്നതാണ് സത്യം. പ്രാർത്ഥിക്കുന്നവൻ, ദാവീദ് പറയുകയാണ്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു സ്വസ്ഥതയുണ്ടാവും. ഉള്ളിൽ വലിയ ഒരു സമാധാനം ഉള്ളിൽ അനുഭവിക്കും. ഉള്ളിലൊരു തണുപ്പുണ്ടാകും. ചൂട് പിടിച്ച വിഷയങ്ങൾ, അസ്വസ്ഥപ്പെടുത്തുന്ന വിഷയങ്ങൾ, ഇതിൻ്റെ നടുവിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, നിങ്ങൾ ആത്മാവിൽ അങ്ങോട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു സ്വസ്ഥത വരും വരെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. പ്രാർത്ഥനാ സമയങ്ങൾ ക്ലിപ്തപ്പെടുത്തി പ്രാർത്ഥിക്കുക. അതുകൂടാതെ ചില പ്രത്യേക സമയങ്ങളിൽ ഒരു മറുപടി, ഒരു സ്വസ്ഥത ഹൃദയത്തിൽ അനുഭവിക്കും വരെ പ്രാർത്ഥിക്കുക. ഹൃദയത്തിൽ ഒരു സ്വസ്ഥത കിട്ടിയാൽ അതിൻ്റെ അർത്ഥം പ്രാർത്ഥിച്ചതിൽ ഒരു മറുപടി ആയെന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഒന്ന് നിയോഗത്തിൽ പ്രാർത്ഥിക്കും. DGS ദിനകരൻ ഒരിക്കൽ ഒരു കുഞ്ഞ് മരിക്കുവാൻ കിടക്കുകയാണ്. ആശുപത്രിയിൽ വലിയൊരു അനർത്ഥത്തിൽ ആശുപത്രിയിൽ കിടക്കുമ്പോൾ, വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ DGS ദിനകരനെ ഇത് അറിയിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മറുപടി പറയാം എന്ന് പറഞ്ഞ് രാത്രി 10 മണിക്ക് പ്രാർത്ഥനാ മുറിയിൽ കയറിയതാണ്. 11, 12, 1, 2, 3, 4, 5 5 മണിയായപ്പോൾ ഉള്ളിലൊരു സ്വസ്ഥതയുണ്ടായി. അദ്ദേഹത്തിന് മനസ്സിലായി മറുപടി കിട്ടിയെന്ന്. അദ്ദേഹം അവരെ വിളിച്ചു പറഞ്ഞു, പേടിക്കണ്ട, അവനൊരു കുഴപ്പമുണ്ടാവൂലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 5 മണിയായപ്പോൾ അവൻ സൗഖ്യമായി. പ്രാർത്ഥിക്കുന്നവൻ്റെ ഹൃദയത്തിൽ അറിയാം, അവൻ്റെ ഉള്ളിലൊരു സ്വസ്ഥതയുണ്ടാകും. ഇതൊക്കെ ഒരു നിയോഗമാണ്. ഇതൊന്നും പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റിയ കാര്യമല്ല. ഇതൊരു ടെക്നിക്കല്ല. ഇത് പ്രാർത്ഥനയുടെ പരിചയത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ഹന്ന പ്രാർത്ഥിച്ചു. അവളൊരു കുഞ്ഞിന് വേണ്ടി രാവിലെ തൊട്ടേ ഇരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഏലി പുരോഹിതൻ പറഞ്ഞ്, നിന്റെ വീഞ്ഞിറങ്ങട്ടെ എന്ന് പറഞ്ഞ് തലേ കൈവച്ച് ശാസിക്കുകയും ചെയ്തു. എന്നാൽ അവൾ അനങ്ങിയില്ല, പ്രാർത്ഥനയിലിരുന്നു.
എന്നാൽ അവൾക്കൊരു നിയോഗമുണ്ടായി. അവൾ എഴുന്നേറ്റു. പിന്നെ അവളുടെ മുഖം വാടിയില്ല എന്ന് 1 ശമൂവേൽ 1-ാം അധ്യായത്തിൽ കാണും. പിന്നെ അവളുടെ മുഖം വാടിയില്ല. അവളുടെ അകത്ത് ഒരു സ്വസ്ഥത അവൾ അനുഭവിച്ചു. ആ നിന്ദയും പരിഹാസവും നിമിത്തമുള്ള വേദനകൾ മുഴുവനും ഈ പ്രാർത്ഥനയിൽ ആദ്യം ആ ഭാരം അങ്ങോട്ട് മാറി. കടഭാരമാണ് കടത്തേക്കാൾ വലിയ ഭാരം. കടം വരുമ്പോൾ മറ്റുള്ളവരുടെ മുഖത്ത് എങ്ങനെ നോക്കും? ഇനി ആരെങ്കിലും നമ്മളെ വില കൽപ്പിക്കുമോ? ഈ കടത്തിൽ നിന്ന് പുറത്തു വരുമോ? ഇങ്ങനെയുള്ള കുറേ ഭാരങ്ങൾ നമ്മെ അലട്ടും. പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ആദ്യം ചെയ്യുന്നത് ഏറ്റവും വലിയ ഭാരം എടുത്തു കളയും. കടഭാരം എടുത്തു കളയും. ഏറ്റവും വലിയ ഭാരമാണ് രോഗത്തിൻ്റെ ഭാരം. അയ്യോ, ഞാൻ മരിച്ചു പോകുമോ? ഇനി എനിക്ക് ജീവിതം ഉണ്ടോ? അയ്യോ, ഇന്നയാൾ മരിക്കുമോ? രോഗത്തിൻ്റെ ഭാരം ആദ്യം കർത്താവ് എടുത്തു കളയുന്നത്. രോഗത്തിൻ്റെ ഭാരം, കടത്തിൻ്റെ ഭാരം, നിന്ദയുടെ ഭാരം, പരിഹാസത്തിൻ്റെ ഭാരം, ഇതെല്ലാം കർത്താവ് എടുത്തു കളയും. ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, പാസ്റ്റർ അത് എത്ര മണിക്കൂർ പ്രാർത്ഥിക്കണം? എനിക്കറിയില്ല. ചിലർക്ക് 1 മണിക്കൂർ കൊണ്ട് ആ ഒരു ഫീല് കിട്ടും. ചിലർക്ക് 5 മണിക്കൂറായാലും ആ ഒരു ഫീല് വരില്ല. എപ്പോൾ വരെ നിങ്ങൾക്ക് അതിനുള്ളൊരു നിയോഗം ഉണ്ടാകുമോ അവിടം വരെ നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ അകത്തൊരു ബോധ്യം വരും, ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരുമോ. അതുവരെ ഇരിക്കുക. അത് കിട്ടുമ്പോളം ഇരിക്കുക. ഒരിക്കൽ ദാവീദിന്റെ ഒരു കുഞ്ഞു മരിച്ചിട്ട് ദാവീദ് ഒന്നും കഴിക്കാതെ ഉപവാസത്തോടെ നിലത്ത് കിടക്കുകയാണ്. ദാവീദിന്റെ കുഞ്ഞ് വൈകിട്ടായപ്പോഴേക്കും മരിച്ചുപോയി. ദാവീദിന്റെ ഭൃത്യന്മാർക്ക് ഇത് പറയാനായിട്ട് പേടി. ദാവീദ് രാജാവിനോട് എങ്ങനെ പറയും? കുഞ്ഞിന് സുഖമില്ലെന്ന് കേട്ടിട്ട് രാവിലെ തൊട്ട് താഴെ വീണ് കിടക്കുകയാണ്. വെറും തറയിൽ കിടന്ന് കരയുകയാണ്. പ്രാർത്ഥനയാണ്. കുഞ്ഞു മരിച്ചു എന്ന് പിന്നെ അവര് ഒരു കണക്കിന് പറഞ്ഞു. ഉടനെ ദാവീദ് എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ഭക്ഷണം കഴിച്ചു. ഭൃത്യന്മാർ ചോദിച്ചു, അതെന്നാ പരിപാടിയാ? കുഞ്ഞു മരിച്ചു എന്ന് കേട്ടപ്പോ തന്നെ. അപ്പോൾ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ മാക്സിമം പിടിച്ചതാ. ദൈവത്തിന്റെ ഹിതം എന്താണോ അത് നടക്കട്ടെ. എന്നാൽ ഞാൻ ചോദിക്കാവുന്നിടത്തോളം ചോദിച്ചു. എന്നാൽ ദൈവത്തിന്റെ ഹിതം ആ കുഞ്ഞിനെ എടുക്കുന്നതാണെങ്കിൽ ഞാൻ പിന്നെ അതിൽ ചോദ്യം ചെയ്യില്ല. ദാവീദ് ഫ്രീ ആയി. അല്ലെങ്കിലോ പ്രാർത്ഥിച്ചു, അയ്യോ ഞാൻ എന്തോരം പ്രാർത്ഥിച്ചാണ്, എനിക്ക് മറുപടി കിട്ടിയില്ല. ദാവീദിന് ഒരു വിഷമവും ഇല്ല. ദാവീദ് എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ഭക്ഷണം കഴിച്ചു. ഭൃത്യന്മാരും ഞെട്ടി. കുഞ്ഞിന് സുഖമില്ലെന്ന് കേട്ടിട്ട് താഴെ കിടന്ന രാജാവ് കുഞ്ഞു മരിച്ചു എന്ന് കേട്ടപ്പോൾ ഫ്രീ ആയോ? അതെ, ദൈവം തന്നു, ദൈവം എടുത്തു. ദൈവത്തിന്റെ പ്രോഗ്രാമിനെതിരെ നിൽക്കാത്തവരാണ് പ്രാർത്ഥിക്കുന്നവർ. പ്രാർത്ഥിക്കുന്നവർക്കറിയാം ചിലത് ദൈവം എടുക്കുന്നതാണ്, ചിലത് ദൈവം തിരിച്ചു തരുന്നതാണ്. പ്രാർത്ഥിക്കുന്നവർക്ക് പ്രാർത്ഥനയിൽ തന്നെ ഇനിയും പ്രാർത്ഥിക്കണമെങ്കിൽ അറിയാം, പ്രാർത്ഥന നിർത്തണമെങ്കിൽ അറിയാം. അവരുടെ ഹൃദയത്തിൽ ഒരു സ്വസ്ഥതയുണ്ടാകും, ഒരു വലിയ സമാധാനമുണ്ടാകും, ഒരു വലിയ തണുപ്പുണ്ടാകും. ഇത് അപ്പോസ്തലന്മാർ പത്രോസ് യോഹന്നാനും 9-ാം മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലോട്ട് ചെല്ലുക. പ്രാർത്ഥനയുടെ സമയങ്ങൾ അപ്പോസ്തലന്മാർ തെറ്റിക്കില്ലായിരുന്നു. ആത്മാവിൽ നിറഞ്ഞവരുടെ അഭിഷേകത്തെ നിലനിർത്താൻ, പ്രാർത്ഥനയെ നിലനിർത്താൻ നാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. പ്രാർത്ഥനയിൽ മടുപ്പ് വന്നാൽ എന്ത് ചെയ്യും? ഒറ്റ കാര്യമേ ചെയ്യാനുള്ളൂ, മടുപ്പ് മാറാൻ പ്രാർത്ഥിക്കുക. വേറൊന്നും പകരമില്ല. പ്രാർത്ഥനയിൽ മടുത്താൽ മടുത്തു പോകാതെ വീണ്ടും മടുപ്പ് മാറാൻ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച് തന്നെ നമ്മുടെ നിയോഗങ്ങളെ കണ്ടുപിടിക്കുക. അതിനുള്ള കൃപ യേശു കർത്താവ് തരട്ടെ. ഈ ആഴ്ച, ഈ മെയ് മാസത്തിന്റെ ഈ 2 ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ മെയ് മാസത്തിൽ പ്രാപിക്കാവുന്നതിന്റെ മാക്സിമം പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കാം. ഓടിയിട്ടും അലഞ്ഞിട്ടും കിട്ടാത്തത് പ്രാർത്ഥനയിൽ കർത്താവ് നമുക്ക് തരും. നമുക്കത് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഈ കേട്ട ദൈവവചനങ്ങൾ ഈ മക്കളിൽ വലിയ
മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ. ഏറ്റവും കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്കും വിശ്വാസത്തിനു വേണ്ടി ചിലവഴിക്കുന്ന ഒരു തലമുറ ജീസസ് എവരിഡേയുടെ ദൈവവചന ധ്യാനത്തിലൂടെ എഴുന്നേറ്റ് വരട്ടെ. ഇത് കേൾക്കുന്ന കുടുംബങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളാകട്ടെ. ഇവരുടെ ജീവിതം മാറി മറിയട്ടെ. ഒരു പുതിയ തലം യേശുവിൻ നാമത്തിൽ തുറന്നു വരട്ടെ. ഞാനിവരെ അനുഗ്രഹിക്കുന്നു. അവരുടെ രോഗങ്ങൾ സൗഖ്യമാണ്, ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം അത്ഭുതമാകണം, വലുത് സഫലമായ വാതിലുകൾ തുറന്നു വരട്ടെ, സാമ്പത്തിക മേഖലകളിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലസ് യു.